ഈ അഫാൻ്റെ സ്വഭാവം പലതരത്തിലുള്ള കഥകളുണ്ട്. ഇപ്പം നമ്മളോട് പോലീസ് പറഞ്ഞത് അഫാൻ ഒരു തരത്തിലും ലഹരി മരുന്ന് ഉപയോഗിച്ചു എന്ന് അവർക്ക് കണ്ടുപിടിക്കാനോ സ്ഥിരീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല. ഈ അഫാൻ മറ്റെന്തെങ്കിലും, അതായത് അഫാൻ മുൻപെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നു ഇക്കാര്യമായിട്ട്? ഇല്ല, അങ്ങനെയൊന്നും ഒരു ബുദ്ധിമുട്ടും പറഞ്ഞിട്ടില്ല. ഞാൻ വിളിക്കുമ്പോഴൊക്കെ ചോദിക്കും, നല്ല ഒരു ബുദ്ധിമുട്ടും പറഞ്ഞിട്ടില്ല. അപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ അറിവിൽ അങ്ങനെയൊന്നും ഇല്ല. അവസാനമായിട്ട് ഇക്കയോട് അഫാൻ സംസാരിക്കുന്ന എന്നാ ഈ സംഭവത്തിന് മുൻപ്? ഞാൻ അതിന് ഒരാഴ്ച മുന്നേ വാട്സപ്പിൽ വോയിസ് ഇട്ട് സംസാരിക്കുന്നു. എന്തായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്? നോർമലായ ഒരു അച്ഛൻ മകൻ, അതാ ഇങ്ങനെ വസ്തു വയ്ക്കുന്ന കാര്യം, വീട് വയ്ക്കുന്ന കാര്യം, അതേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളെ പേരുമലയിലെ വീട് വിറ്റ് നമുക്ക് കടങ്ങൾ തീർക്കാം. പക്ഷേ ഇവിടുത്തെ ഇത്രയും കടങ്ങളൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് എത്രയാണ് കടമുള്ളതൊക്കെ തീർക്കാമെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അവൻ തന്നെ പല ആൾക്കാരും കൊണ്ടുവരും, വീട് കാണുന്നു നോക്കിയൊക്കെ ചെയ്തെന്നും പറഞ്ഞു എന്നോട്. പേരുമലയിലെ വീട് വിൽക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതല്ലാതെ മറ്റൊന്നും സംസാരിച്ചില്ല. ഈ കടങ്ങളുടെ കാര്യത്തെക്കുറിച്ചൊക്കെ അഫാന് ധാരണ ഉണ്ടായിരുന്നു അല്ലേ? അവന് അറിയാമായിരുന്നിരിക്കണം. എന്നോട് അങ്ങനെ പറഞ്ഞു. ഇവിടുത്തെ മറ്റു ബാധ്യതയൊന്നും പറഞ്ഞിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങൾ ഞാനോട് പറഞ്ഞു, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇവർ തമ്മിൽ, ഈ അമ്മയും ഇവരും തമ്മിലെല്ലാം തുറന്നു പറയുന്ന ആൾക്കാരാണോ ഈ കടങ്ങളുടെ കാര്യമൊക്കെ? ഷെമി സാധാരണ നമ്മൾ ഈ മക്കളോട്, മാതാപിതാക്കൾ ഇത് പറയാറില്ല. അപ്പോൾ ഷെമി എല്ലാം പറയുന്നുണ്ടായിരുന്നു. ഒരു വലിയ കുട്ടിയാണ്, 23 വയസ്സുണ്ട് എന്ന് വെച്ചാൽ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകളാണ്. മാത്രമല്ല പ്രവാസിയായ അച്ഛൻ പ്രവാസത്തിലാണെങ്കിൽ അല്ലെങ്കിൽ വിദേശത്താണെങ്കിൽ സ്വാഭാവികമായി നമ്മൾ മൂത്ത കുട്ടിയെ കുടുംബം ആശ്രയിക്കും. അപ്പം അങ്ങനെ ഈ കടങ്ങളെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ഷെമി കാര്യമായി സംസാരിച്ചു. ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു. നമുക്ക് പണ്ടത്തെ പോലെ വരുമാനം ഇല്ല. അപ്പം നമ്മൾ വരുമാനത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുക. അന്നേരം ഞാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈഫിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിനകത്ത് പോലീസിനെ അടക്കം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലഹരി ഉപയോഗിച്ചിട്ടില്ല. ആകെ അന്ന് ഞാനത് ഒരു പിതാവിനോട് പറയുന്നത് ശരിയല്ല, പക്ഷേ എങ്കിലും മദ്യപിച്ചു എന്നുള്ളൊരു കണ്ടെത്തൽ പോലീസിനെ സംബന്ധിച്ച് നടത്തുന്നത് ഒരു ധൈര്യത്തിനായിരിക്കാം. പക്ഷേ എങ്ങനെയായിരിക്കും ഈ മാനസികാവസ്ഥയിലേക്ക് പോയെന്ന് എപ്പോഴും വാപ്പ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു അച്ഛനെന്ന്? ഒരിക്കലും എനിക്ക് ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ അങ്ങനെ പോകുന്നൊരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. അതിനെക്കുറിച്ച് അങ്ങനെ വഴിതെറ്റി പോകുന്നുള്ള ഒരു പ്രതീക്ഷയില്ല. എന്തായിരിക്കും സംഭവിക്കുക എന്ന് വാപ്പ മനസ്സിലിങ്ങനെ? എനിക്ക് ഇപ്പോഴും ഒരു ഊഹം എനിക്കില്ല. ഒന്നും അറിയാനും പറ്റുന്നില്ല. എന്താണ് സംഭവിച്ചത് ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടും. ഇത് ആദ്യം ആരായിക്കായി വിളിച്ചു പറയണം ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്? സംഭവം വിളിച്ച് ഉമ്മാരെ മരണമാണ് ആദ്യം പറയണം. നമ്മുടെ പാങ്ങോട്ട് മരണപ്പെട്ടു. സഹോദരിയുടെ മോന് അവിടെ റിയാദിലുണ്ട്. അവൻ എന്നെ വിളിച്ച് പറഞ്ഞു. നമ്മൾ ഈ കട ജ്യേഷ്ഠനാണ് ലത്തീഫ്. അപ്പോൾ ഈ തെളിവെടുപ്പിലൊക്കെ ഇങ്ങനെ നമ്മൾ അഫാൻ പോലീസിനോട് പറഞ്ഞ കാര്യം, പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അവരോടും ഒരിച്ചിരി ദേഷ്യം അഫാൻ ഉണ്ടായിരുന്നു. കാരണം എന്തൊക്കെയോ കുറ്റപ്പെടുത്തലൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ വല്ലതും പറഞ്ഞിരുന്നു കുടുംബത്തിന്? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. സംസാരിച്ചില്ല. ഞാൻ അതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് കാക്കയായിട്ട് സംസാരിച്ചതാണ്. നമ്മളത് പോലെ കുറച്ച് ബാധ്യത ഉണ്ട്. വീടുമ്പോഴുടെ കാക്ക കൊണ്ട് ഉത്സാഹിച്ചിട്ട് വിറ്റ് തന്നാൽ കടങ്ങൾ തീർത്ത് ഈ നാട്ടിൽ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഇതിൽ കാക്കയോടെയും പറഞ്ഞായിരുന്നു. അത്രയേ ഉള്ളൂ. കാക്ക ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പം അതും അറിയില്ല. ഈ കാര്യം സംബന്ധിച്ച് അതും അറിഞ്ഞിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ട്രാവൽ ബാനൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ നാട്ടിലെത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ എപ്പോഴേ സെറ്റിൽ ചെയ്തേനെ അല്ലേ? ട്രാവൽ ബാനൊന്നും എനിക്കില്ലായിരുന്നു. ഇല്ല, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് വിസ പുതുക്കാത്ത പ്രശ്നം മാത്രമേ ഉള്ളായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. ട്രാവൽ ബാൻ അങ്ങനെയും കുറച്ച് കഥകൾ പ്രചരിച്ചു. ഇല്ല, അങ്ങനെ ട്രാവൽ ബാനൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ആ സമയത്ത് ബിസിനസ് മൊത്തത്തിൽ കൈവിട്ട് പോയി പ്രശ്നം കൊണ്ടാണ് കൈക്ക് വരാൻ പറ്റാതിരുന്ന നാട്ടിൽ. ഈ വണ്ടി വിറ്റ കാര്യമൊക്കെ പിന്നെ എപ്പോഴാണ് അറിയുന്നത്? കാര്യം കൈക്കൊരു ഫോക്സ് വാഗൻ കാറുണ്ടായിരുന്നു. അത് വിറ്റത് എന്ത് പർപ്പസിനാണ്, എന്ത് ആവശ്യത്തിന്? അത് വിറ്റോ? പണം വിറ്റ് ഞാൻ കുറച്ച് പൈസ അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഞാൻ 1 ലക്ഷം രൂപയിൽ അങ്ങോട്ട് തന്നെ എനിക്ക് വിസ പുതുക്കിയിട്ട് പുതിയ സ്പോൺസറെ കണ്ടെത്തി അങ്ങോട്ട് മാറാം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിനുവേണ്ടി വണ്ടി വിൽക്കാമെന്നും പറഞ്ഞു. പക്ഷേ എന്നോട് പറഞ്ഞ് 2 ലക്ഷം രൂപയ്ക്ക് വിറ്റെന്നാണ് പറഞ്ഞത്. 2 ലക്ഷം രൂപയ്ക്ക്? അതിൻ്റെ ഒരു പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടി. 4 ലക്ഷം രൂപ മറ്റോ ആണോ അതിനകത്ത് എഴുതിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞത്. അത് ഈ വൈഫിന് അറിയാമായിരുന്നോ? ഷെമിക്ക് അറിയാമായിരുന്നോ വണ്ടി വിറ്റ കാര്യമൊക്കെ? അറിയാമായിരുന്നിട്ടുണ്ട്. എന്നോട് ഞാൻ പറഞ്ഞു 2 ലക്ഷം രൂപയ്ക്കാണ് വിറ്റെന്ന് പറഞ്ഞു. 2 ലക്ഷം രൂപയ്ക്കാണ് വിറ്റെന്ന് പറഞ്ഞു. ഈ മറ്റൊരു ചോദ്യം ഈ ഉയരുന്നത്, ഈ നമ്മൾ ഈ കുടുംബത്തിലുണ്ടായ ഒരു പ്രശ്നം, ഈ ഫർസാന എന്ന് പറയപ്പെടുന്ന ഒരു കുട്ടിയെ കുറിച്ചിട്ട് എന്തെങ്കിലും വിവരമോ സൂചനയൊക്കെ ഉണ്ടായിരുന്നു? നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഫാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ്റെ വൈഫും പറഞ്ഞു അടുപ്പത്തിലാണ്. കുഴപ്പമില്ല, സമയമാവട്ടെ, നമുക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞു. അത് വിഷയമുള്ള കാര്യങ്ങൾ, നിനക്കൊരു 10-21 വയസ്സാകണം, അപ്പം നിനക്കൊരു സ്വന്തമായിട്ടൊരു ജോലി വേണം, ഇതൊക്കെ ആയിട്ട് നമുക്ക് കുഴപ്പമില്ല ചെയ്യാമെന്ന് പറഞ്ഞു. ഈ അതിനുശേഷം ഇപ്പം ഈ സംഭവത്തിന് ശേഷം ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം, ഫർസാനയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം? പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയില്ല. ഷെമിയോട് ചോദിച്ചിരുന്നോ? പിന്നെ ചോദിച്ചിട്ടില്ല. അപ്പം അവരും ഈ പറയുന്നൊരു വലിയ ദുഃഖത്തിലാണ്. കാരണം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്, ആരും ചിന്തിക്കുക പോലും, നമ്മുടെ ചിന്തയിൽ പോലും വരാത്തൊരു കാര്യമാണ്.